പാർട്ട് ബി ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് ബിയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 1 ഉള്ളതാണ്. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ബാക്കിയുള്ള 3 മൊഡ്യൂൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, സ്റ്റേറ്റ് ഇറ്റ്സ് പർപ്പസ്, എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഈസ് ഡൺ. എന്താണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതിന്റെ പർപ്പസ് എന്താണ്, എങ്ങനെയാണ് അത് ചെയ്യുന്നത്? സിമ്പിളായിട്ട് എഴുതിയാൽ 6 മാർക്കേ ഉള്ളൂ. അതായത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? റെയിൻ വാട്ടർ, മഴവെള്ള സംരക്ഷണം, അതാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. നമ്മുടെ മഴവെള്ളത്തിൽ നിന്ന് കിട്ടുന്ന വാട്ടർ, ഡ്രോപ്സ് ആയിട്ട് കിട്ടുന്ന വാട്ടർ എന്ത് ചെയ്യും, നമ്മൾ ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റോറേജിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, എത്തിക്കുന്നു. അതിനെ റൺ ഓഫ് ചെയ്ത് കളയാതെ, അതായത് ഒലിച്ചു പോകാൻ, മണ്ണിന് മുകളിലൂടെ ഒലിച്ചു പോകാൻ അനുവദിക്കാതെ, അതൊരു ഫ്യൂച്ചർ പർപ്പസും കൂടി കണക്കാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സംരക്ഷിച്ചു വെക്കുന്നതിന് നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നമുക്ക് കുറച്ചു കാലം നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലോങ് ടൈം സ്റ്റോറേജ് യൂസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, നമ്മൾ നേരിട്ട് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ, അതായത് ഇപ്പോൾ ഏതെങ്കിലും സ്റ്റോറേജ് സംവിധാനത്തിലേക്ക് റെയിൻ വാട്ടറിനെ എത്തിക്കുന്നതിന് പറയുന്ന പേരാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. നമുക്ക് ജസ്റ്റ് ഒരു സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണിത്. എന്താണ് ഇതിൽ കാണിക്കുന്നത്? എന്താ, റെയിൻ വാട്ടർ നമ്മുടെ ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്ക്, റൂഫിലേക്ക് എത്തുന്ന റെയിൻ വാട്ടറിനെ എന്ത് ചെയ്യുന്നു, ഒന്നുകിൽ റീചാർജ് പിറ്റിലേക്ക് എന്ത് ചെയ്യുക. അതിപ്പോൾ റീചാർജ് പിറ്റ് എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ അടിയിൽ ഒരു പിറ്റ് ഉണ്ടാക്കിയിട്ട്, ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ എന്ത് ചെയ്യുന്നു, പബിൾസും അതുപോലെ തന്നെ ഗ്രാവൽസും സാൻഡും ഒക്കെ എന്ത് ചെയ്യുന്നു, ഫില്ല് ചെയ്യുന്നു. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, അതിന് ക്ലിയർ വാട്ടർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് അത് വാട്ടർ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, പ്യൂരിഫൈ ചെയ്തിട്ടുള്ള വാട്ടർ ആയിരിക്കും നമുക്ക് റീചാർജ് ബിറ്റിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, നമുക്ക് അബൻഡന്റ് ഒരു വെല്ല്, ആ വെല്ലിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്തു, ക്ലീൻ ചെയ്ത് റൂഫ് വാട്ടറിന് നമുക്ക് നമ്മൾ സ്ക്രീനിങ് സംവിധാനമൊക്കെ വെച്ചിട്ട്, നമ്മൾ ചില വീടുകളിലൊക്കെ നമ്മൾ കാണാറില്ലേ, പൈപ്പ്സ് വെച്ചിട്ട് പാത്തികൾ വഴി എന്ത് ചെയ്യുന്നു, അത് സ്ക്രീൻ ചെയ്ത് വാട്ടർ നമ്മൾ കിണറ്റിലേക്ക് തന്നെ എത്തിക്കുന്ന വിദ്യയൊക്കെ ഉണ്ട്. അതൊക്കെ എന്തിൽ പെടുന്നതാണ്? അതൊക്കെ ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിൽ പെടുന്നതാണ്.